അപമാന വിഷയമായി തീർന്ന, നിന്ദാപാത്രമായി തീർന്ന നിങ്ങളെ അവരുടെ നടുവിൽ വെച്ച് തന്നെ ഒരു അത്ഭുത വിഷയമാക്കി ദൈവം മാറ്റും. ഹല്ലേലൂയ. ഇന്നത്തെ ശാലോം സന്ദേശം കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹപൂർവ്വം വന്ദനം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അത്ഭുത വിഷയമാക്കി മാറ്റുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ ലോകത്തിന് മുൻപാകെ ഒരു നിന്ദാപാത്രമായിട്ട്, ഒരു അപമാന വിഷയമായിട്ട്, പലരാലും തെറ്റിദ്ധരിക്കപ്പെട്ട് പല കുറ്റങ്ങളും പല അപവാദങ്ങളും പറഞ്ഞ്, ദുർവർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഇനി മുന്നോട്ട് പോകാൻ ഒന്നും കഴിയില്ലെന്ന് പറഞ്ഞിരിക്കുന്ന നിങ്ങളെ ദൈവത്തിന് ആവശ്യമുണ്ട്. ദൈവം നിങ്ങളെ തള്ളിക്കളയില്ല, ദൈവം നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. ദൈവം നിങ്ങളെ ഒരു അത്ഭുത വിഷയമാക്കി മാറ്റും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മക്കളായ അപ്പോസ്തലന്മാർ, കർത്താവിൻ്റെ വേല ചെയ്തവരായ ആളുകളെല്ലാം അവർ കടന്നുപോയ അനുഭവങ്ങൾ, അവരനുഭവിച്ച ത്യാഗങ്ങൾ മറ്റുള്ളവരുടെ മുമ്പാകെ കൂത്തുകാഴ്ചയായി ഭവിച്ചെന്നാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്. 10-ാമത്തെ അധ്യായത്തിൻ്റെ 32-33 വാക്യങ്ങൾ എഴുതിയിരിക്കുന്ന അവർ കൂത്തുകാഴ്ചയായി ഭവിച്ചു. നിന്ദകളും പരിഹാസങ്ങളും അവർക്കെതിരെ കടന്നു വന്നു. ഹല്ലേലൂയ. കൂത്തുകാഴ്ചയായി തീർന്നു. അപ്പോൾ കൂത്തുകാഴ്ചയായി തീരുവാൻ അനുവദിച്ചു കൊടുക്കുന്ന ഒരു സമയമുണ്ട്. നിങ്ങളുടെ ജീവിതം ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം. നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് റോമാലേഖനം 8-ാം അധ്യായം 36-ാം വാക്യത്തിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവകാശങ്ങളൊന്നുമില്ല, ഞങ്ങൾക്ക് വേണ്ടി ന്യായം പറയാൻ ആരുമില്ല, ഞങ്ങളുടെ ന്യായം കേൾക്കാൻ ആരുമില്ല, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു. ഇങ്ങനെ സമൂഹം ത്യജിച്ച് കളഞ്ഞ, തള്ളിക്കളഞ്ഞ, ഉപേക്ഷിച്ച് കളഞ്ഞ, അവകാശങ്ങൾ നിഷേധിച്ച് കളഞ്ഞ ഒരു കൂട്ടമായിട്ടോ അല്ലെങ്കിൽ വ്യക്തിയായിട്ടോ നിങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിരാശപ്പെടണ്ട. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമനിമിത്തമാണ് നിങ്ങൾ ഇങ്ങനെ മുൻപോട്ട് പോകേണ്ടി വരുന്നതെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം കർത്താവ് എടുക്കും. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം പറയുന്നത് നിങ്ങൾ ഒരു അത്ഭുത വിഷയമായി മാറും. ഹല്ലേലൂയ. 71-ാം സങ്കീർത്തനം 6-7 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു, ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ എടുത്തവൻ നീ തന്നെ, എൻ്റെ സ്തുതി എപ്പോഴും നിന്നെക്കുറിച്ചാകുന്നു, ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കുന്നു, നീ എൻ്റെ ബലമുള്ള സങ്കേതമാകും. അതെ, നിങ്ങൾ പലർക്കും ഒരു അത്ഭുതമാകും. ഹല്ലേലൂയ. ആമേൻ. കാരണം ദൈവം നമ്മെ ഗർഭത്തിൽ, നമ്മുടെ മാതാവിൻ്റെ ഗർഭത്തിൽ നമ്മൾ ഉരുവാകുമ്പോൾ തന്നെ ദൈവം നമ്മളെ കണ്ടതാണ്. നമ്മെ ഉരുവാക്കിയപ്പോൾ കർത്താവ് നമ്മളെ അറിഞ്ഞു, നമ്മെ അവൻ വേർതിരിച്ചു. ഇന്ന് നമ്മളെ ദൈവം ഒരു അത്ഭുതമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇരമ്യാ പ്രവാചകൻ പറയുന്നത്, ഇരമ്യാവിനോട് പറയുകയാണ്, ഇരമ്യാവ് 1:5, നിന്നെ ഉദരത്തിൽ ഉരുവാക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. അപ്പോൾ ഗർഭപാത്രത്തിൽ വെച്ചല്ല അറിയുന്നത്, ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചു. അങ്ങനെ മുൻകൂട്ടി, ജനിക്കുന്നതിന് മുൻപ് കൂട്ടി നമ്മളെക്കുറിച്ച് പ്ലാൻ ചെയ്ത ദൈവം ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ഈ ശോധനയും കഷ്ടതയിലൂടെ തകർത്ത് കളയാനല്ല, ഇതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളെ ഒരു അത്ഭുത വിഷയമാക്കി ദൈവം മാറ്റും. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിലെ 9-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യൻ ഭിക്ഷയാചിക്കുകയാണ്. അവനാണോ അവൻ്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തിട്ടാണോ ഇങ്ങനെ ജനിക്കേണ്ടി വന്നത്, ഇങ്ങനെ ഭിക്ഷയാചിക്കേണ്ടി വന്നത് എന്നൊക്കെ ശിഷ്യന്മാര്, നാട്ടുകാരുടെ കുറെ ചോദ്യങ്ങൾ യേശുവിനോട് ചോദിക്കുകയാണ്. നാട്ടുകാരുടെ അഭിപ്രായം ഇതാണെന്ന്. പലരും ഇങ്ങനെ അവരുടെ മനസ്സിലുണ്ട്, അത് ചോദിക്കാൻ പറ്റാത്തതുകൊണ്ട് മറ്റുള്ളവർ ഇങ്ങനെ പറയുന്നല്ലോ എന്ന് പറയുക. യേശു പറയാണ്, ഇവനാകട്ടെ ഇവൻ്റെ അമ്മയപ്പന്മാരാകട്ടെ പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി ഇവങ്കിൽ വെളിവാകേണ്ടതിന് അത്രേ. അതെ, നിങ്ങൾ ഇന്ന് പലർക്കും ഒരു അപമാന വിഷയമോ ചോദ്യചിഹ്നമോ ആയിരിക്കാം, പക്ഷേ നിങ്ങൾ വിശ്വസിക്കുക, ദൈവം നിങ്ങളെ ഒരു അത്ഭുത വിഷയമാക്കും, ഒരു ആശ്ചര്യചിഹ്നമാക്കി മാറ്റും. നിങ്ങളുടെ വിഷയങ്ങൾ, നിങ്ങളുടെ പരിഹരിക്കാത്ത കുറെ വിഷയങ്ങളില്ലേ, ഓരോ കുടുംബത്തിലുണ്ട് പരിഹരിക്കാത്ത ചില വിഷയങ്ങൾ. മറ്റുള്ളവർക്ക് ഇടപെട്ടാലും പരിഹരിക്കാൻ പറ്റുകയില്ല, ദൈവത്തിന് മാത്രമേ അങ്ങനത്തെ പരിഹാരം വരുത്താൻ കഴിയുള്ളൂ. അങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ ഉറപ്പാ ആ വിഷയത്തിൽ ദൈവം ഇടപെടാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് ഈ ദൂത് നൽകുമ്പോൾ എനിക്ക് നിയോഗം നൽകിയ കാര്യം ഇതാണ്, നിങ്ങളുടെ ജീവിതത്തെ മാറാതെ കിടക്കുന്ന പ്രശ്നങ്ങളെ, പരിഹാസ വിഷയമായി കിടക്കുന്ന വിഷയങ്ങളെ ദൈവം ഒരു അത്ഭുതത്തിന് കാരണമാക്കി മാറ്റാൻ പോകുകയാണ്. മാറ്റം വെച്ച് ലാസറിന്റെ കേസിനെ ദൈവം മഹത്വമാക്കി മാറ്റി. ഹല്ലേലൂയ. അതെ, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാൻ വലുതാണ്. പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടെന്ന് ദൈവത്തിന്റെ വചനം 139-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുക.
ഞാൻ ജനിച്ചിട്ടില്ല, പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അത് നിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചു. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന് നമ്മളെക്കുറിച്ച് വലിയൊരു ഉദ്ദേശമുണ്ട്. പലരും നമ്മളെ നോക്കുമ്പോൾ ഇനി നമ്മളെ ഒന്നിനും കൊള്ളത്തില്ല. 3-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നുണ്ട്, അവന് ദൈവത്തിങ്കൽ രക്ഷയില്ലെന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. എൻ്റെ ഇന്നത്തെ സ്ഥിതി കണ്ടിട്ട്, ഇന്നത്തെ എൻ്റെ സാമ്പത്തിക നിലവാരമോ, എൻ്റെ വിദ്യാഭ്യാസമില്ലായ്മയോ, എനിക്ക് ജോലി ഇല്ലാത്തതുകൊണ്ടോ, എനിക്ക് പ്രാപ്തി ഇല്ലാത്തതുകൊണ്ടോ ഒക്കെ പല കാര്യങ്ങളും പ്രതികൂലമായതുകൊണ്ട് എല്ലാവർക്കും കല്ലെറിയാനും കുറ്റം പറയാനും ഒക്കെ ഉള്ള ഒരു പാത്രമായി ഞാൻ മാറിയിട്ടുണ്ട്. അവന് ദൈവത്തിങ്കൽ പോലും രക്ഷയില്ലെന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. പക്ഷെ ദാവീദ് പറയാണ്, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. അതെ, നിങ്ങളുടെ തല ദൈവം ഉയർത്തും. ഹല്ലേലൂയ. എവിടെയൊക്കെ തല കുനിയിക്കപ്പെട്ടിട്ടുണ്ടോ, എവിടെയൊക്കെ ശത്രു നിങ്ങളെ കുനിയിക്കാൻ നോക്കിയിട്ടുണ്ടോ, ദൈവം അവിടെ നിങ്ങളുടെ തല ഉയർത്തും. നിങ്ങൾ പലർക്കും ഒരു അത്ഭുതമായി മാറും. ആമേൻ. നിങ്ങളുടെ ശൂന്യമാക്കപ്പെട്ട, പരിഹസിക്കപ്പെട്ട വിഷയവും ദൈവം ഒരു അത്ഭുത വിഷയമാക്കി മാറ്റും. ഒന്ന് വിശ്വസിക്കാമോ? ഇതൊരു പ്രവചന ദൂതായത് നിങ്ങൾ ഏറ്റെടുത്തോ. അപമാനിക്കപ്പെട്ട വിഷയം അത്ഭുതത്തിന്റെ വിഷയമായി മാറും. ഹല്ലേലൂയ. സ്തോത്രം. ഈ കാനാവിലെ കല്യാണ ഭവനത്തിൽ യേശു വന്നപ്പോൾ വലിയൊരു അപമാനത്തിലേക്ക് അവർ ഇന്ന് കയറുകയാണ്. ആ അപമാന വിഷയത്തെ അവന്റെ മഹത്വം വെളിപ്പെടുന്ന അത്ഭുത വിഷയമാക്കി കർത്താവ് മാറ്റിയില്ലേ? ആ വീഞ്ഞ് പോരാതെ വന്ന ആ ഭവനത്തിൽ കർത്താവ് പച്ചവെള്ളത്തെ മുന്തിരിച്ചാറാക്കി കൊടുത്തു. അപമാനത്തിന്റെ ആ പ്രശ്നത്തെ അത്ഭുതത്തിന്റെ വിഷയമാക്കി മാറ്റി. അതെ, നിങ്ങളുടെ ജീവിതത്തിലെ അപമാന വിഷയത്തെ, കുഷ്ഠരോഗം പിടിച്ചതുപോലെ അപമാനിക്കപ്പെട്ട വിഷയങ്ങളെ ഒരു ബാലകന്റെ ശരീരം ലഭിക്കുമ്പോൾ ലഭിക്കുന്ന അത്ഭുതം പോലെ അത്ഭുതമുള്ളതാക്കി മാറ്റി. നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയൊക്കെയാണ് അങ്ങനെ കടന്നു പോകുന്ന ജീവിതത്തിലെ അനുഭവങ്ങളുള്ളത്, പ്രശ്നങ്ങളുള്ളത്, അവിടെയൊക്കെ ദൈവത്തിന്റെ അത്ഭുതം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ ദൂത് നിങ്ങൾ വിശ്വസിക്ക്, അത് നടക്കും. രാമൻ പറഞ്ഞു, എൻ്റെ അപമാന വിഷയങ്ങളെ അത്ഭുത വിഷയമാക്കി മാറ്റും. പ്രിയ കർത്താവേ, ഈ സന്ദേശം വളരെ കർത്താവെ സമർപ്പണത്തോടും വേദനയോടും കൂടെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ മുറിവേറ്റിരിക്കുന്ന, അപമാനിക്കപ്പെട്ടിരിക്കുന്ന, കർത്താവെ വിടുതലില്ലല്ലോ എന്ന് കണ്ട് അനേകര് കളിയാക്കിയ, പരിഹസിച്ച ഇവരുടെ വിഷയത്തെ ദൈവം ഒരു അത്ഭുതത്തിന്റെ വിഷയമാക്കി മാറ്റണമേ. അവരുടെ ജീവിതത്തിൽ ആ വിഷയത്തിൽ ഒരു അത്ഭുതം നടക്കട്ടെ. നിന്ദിച്ചവരും പരിഹസിച്ചവരും കർത്താവെ കുറ്റം പറഞ്ഞവരും താഴ്ത്താൻ നോക്കിയവരെല്ലാം കാണുകയെ അവരുടെ നടുവിൽ ഒരു അത്ഭുത വിഷയമായ അവരുടെ വിഷയങ്ങൾ തീരട്ടെ. മഹത്വം വെളിപ്പെടട്ടെ. കർത്താവിന്റെ മഹത്വം അതിലൂടെ വെളിപ്പെടുവാനിടയാകട്ടെ. കർത്താവെ മക്കൾക്കൂടെ ഒരു അത്ഭുതം ചെയ്യണം കർത്താവെ, ചെയ്യണം കർത്താവെ, യേശുവിൻ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ഒരു അത്ഭുത വിഷയമാക്കും. നിങ്ങളുടെ തലമുറ വിഷയത്തെക്കുറിച്ച് ഒത്തിരി വേദനപ്പെട്ടിരിക്കുന്ന ഒരു അമ്മയോ പിതാവോ ആയിരിക്കാം നിങ്ങൾ. ദൈവം നിങ്ങളുടെ ആ വിഷയത്തെ ഒരു അത്ഭുതത്തിന്റെ വിഷയമാക്കി മാറ്റും. ഞാൻ വിശ്വസിക്കുക. ഈ സന്ദേശം കുറെ പേർക്ക് ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.